ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കേരള PSCയിലെ ഇനി വരുന്ന പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള 15 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുള്ളായി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ കമൻസ് ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ 52ാമത് കടുവാ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഇന്ത്യയിലെ 52ാമത് കടുവാ സംരക്ഷണ കേന്ദ്രം ചോദിച്ചാൽ അത് രാംഗഡ് വിഷ്ധാരിയാണ്. രാംഗഡ് വിഷ്ധാരിയാണ് ഇന്ത്യയിലെ 52ാമത് കടുവാ സംരക്ഷണ കേന്ദ്രം. അപ്പോൾ ഏത് സംസ്ഥാനത്താണ് രാംഗഡ് വിഷ്ധാരി? രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലാണ് ഇന്ത്യയിലെ 52ാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായിട്ടുള്ള രാംഘട്ട് വിഷ്ധാരി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ 55 കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളാണ് ഇന്ത്യയിലുള്ളത് കേട്ടോ. ടോട്ടൽ എത്രയാണ്? 55 ആണ്. ഏറ്റവും ഒടുവിൽ നിലവിൽ വന്നിട്ടുള്ള കടുവാ സംരക്ഷണ കേന്ദ്രം ചോദിച്ചാൽ അതേതാണ്? ധോൽപൂർ കരൗമിയാണ്. ധോൽപൂർ കരൗമിയാണ് ഏറ്റവും ഒടുവിൽ നിലവിൽ വന്നിട്ടുള്ള കടുവാ സംരക്ഷണ കേന്ദ്രം. എവിടെയാണ് ധോൽപൂർ കരൗമി? രാജസ്ഥാനിലാണ്. അപ്പോൾ ഇന്ത്യയിലെ 52ാമത് കടുവാ സംരക്ഷണ കേന്ദ്രം ചോദിച്ചാൽ അത് രാജസ്ഥാനിലെ രാംഘട്ട് വിഷ്ധാരിയാണ്. ഇന്ത്യയിൽ ടോട്ടൽ 55 കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഒടുവിൽ നിലവിൽ വന്നിട്ടുള്ള കടുവാ സംരക്ഷണ കേന്ദ്രമാണ് ധോൽപൂർ കരൗമി. 2023 സെപ്റ്റംബർ 28 2023 സെപ്റ്റംബർ 28-നാണ് നിലവിൽ വന്നിട്ടുള്ളത്. ആർട്ടിക്കിലെ മഞ്ഞുപാളികളെ കുറിച്ച് പഠിക്കുന്ന രാജ്യാന്തര സമുദ്ര പര്യവേക്ഷണ സംഘത്തിൽ അംഗമായ മലയാളി. ആർട്ടിക്കിലെ മഞ്ഞുപാളികളെ കുറിച്ച് പഠിക്കുന്ന രാജ്യാന്തര സമുദ്ര പര്യവേക്ഷണ സംഘത്തിൽ അംഗമായ മലയാളിയാണ് AV സിജിൻ കുമാർ. AV സിജിൻ കുമാർ ആണ് ആർട്ടിക്കിലെ മഞ്ഞുപാളികളെ കുറിച്ച് പഠിക്കുന്ന രാജ്യാന്തര സമുദ്ര പര്യവേക്ഷണ സംഘത്തിൽ അംഗമായ മലയാളിയാണ് AV സിജിൻ കുമാർ. ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ സമ്പൂർണ്ണ കുടിവെള്ള പൈപ്പ് ലൈൻ കണക്ഷൻ നൽകി ഹർഘർ ജൽ സർട്ടിഫിക്കേഷൻ നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ സമ്പൂർണ്ണ കുടിവെള്ള പൈപ്പ് ലൈൻ കണക്ഷൻ നൽകി ഹർഘർ ജൽ സർട്ടിഫിക്കേഷൻ നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഗോവയാണ്. ഗോവയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളും അവയിലെ മുഖ്യമന്ത്രിമാരും നമ്മൾ കോഡിലൂടെ പഠിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഗോവയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാണ്? അത് പ്രമോദ് സാവന്ത് ആണ്. പ്രമോദ് സാവന്ത് ആണ് ഇപ്പോഴത്തെ ഗോവ മുഖ്യമന്ത്രി. 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായത്. 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായത് ആരാണ്? നരേന്ദ്ര മോദിയാണ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിയാണ് 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായിട്ടുള്ളത്. ഓൺലൈൻ ബാങ്ക് തട്ടിപ്പുകളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? ഓൺലൈൻ ബാങ്ക് തട്ടിപ്പുകളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുസ്തകമാണ് രാജു ആൻഡ് ദ 40 തീവ്സ്. രാജു ആൻഡ് ദ 40 തീവ്സ് എന്നതാണ് കേട്ടോ. ഓൺലൈൻ ബാങ്ക് തട്ടിപ്പുകളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുസ്തകമാണ് രാജു ആൻഡ് ദ 40 തീവ്സ്. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗ്നാഥ് ഏത് സംസ്ഥാനത്താണ്? തുംഗ്നാഥ് ഉത്തരാഖണ്ഡിലാണ്. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗ്നാഥ് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ ചോദിച്ചാൽ അത് കൊച്ചി വാട്ടർ മെട്രോയാണ്. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോയാണ് കൊച്ചി വാട്ടർ മെട്രോ. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് MB രാജേഷ്. MB രാജേഷ് ആണ്
പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്? അപ്പോൾ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ചോദിച്ചാൽ ആരാണ്? ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് MP രാജേഷ്. എക്സൈസ് വകുപ്പ് മന്ത്രി ചോദിച്ചാൽ ആരാണ്? അത് MP രാജേഷ് ആണ്. അപ്പോൾ പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയതാരാണ്? MP രാജേഷ് ആണ്. കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതെന്നാണ്? കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25. 2023 ഏപ്രിൽ 25 കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക. കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക ചോദിച്ചാൽ അത് പത്മാലക്ഷ്മിയാണ്. പത്മാലക്ഷ്മിയാണ് കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക. മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ആരാണ്? മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ചോദിച്ചാൽ അത് ഹേമലതയാണ്. മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ആണ് ഹേമലത. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം ആരാണ്? 2023 ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം ചോദിച്ചാൽ അത് മുഹമ്മദ് ഹബീബാണ്. മുഹമ്മദ് ഹബീബാണ് 2023 ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് പ്രധാനപ്പെട്ട 15 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്